ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ ട്രാൻസാക്ഷൻ എന്ന് വെച്ചാൽ എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ആൻ അഗ്രിമെൻറ്റ് ബിറ്റ്വീൻ എ ബയ്യർ ആൻഡ് സെല്ലർ ടു എക്സ്ചേഞ്ച് ഗൂഡ്സ്. എന്നുവെച്ചാൽ ഇതൊരു അഗ്രിമെൻറ്റ് പോലെയാണ്. അത് ബയ്യറും സെല്ലറും തമ്മിലുള്ള അഗ്രിമെൻറ്റാണ്. കാരണം ബയ്യർ എന്ന് വെച്ചാൽ എന്തോ മേടിക്കാൻ വരുന്ന ആൾ, സെല്ലർ എന്ന് വെച്ചാൽ സാധനം വിൽക്കാൻ നടക്കുന്ന ആൾ. അപ്പോൾ അവർ തമ്മിലൊരു അഗ്രിമെൻറ്റ് ഉണ്ടാവും. ഇപ്പോൾ ഇവർ സാധനം കൊടുക്കുമ്പോൾ അവർ പൈസ കൊടുക്കുന്നു, അല്ലെങ്കിൽ ക്രെഡിറ്റിൽ പറയുന്നു, അങ്ങനെയൊക്കെയുള്ള അഗ്രിമെൻറ്റ് ഉണ്ടാവും അവർ തമ്മിൽ. ഇതിനെയാണ് നമ്മൾ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ 2 ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻസ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. ക്യാഷ് ട്രാൻസാക്ഷനും ക്രെഡിറ്റ് ട്രാൻസാക്ഷനും. നമുക്ക് 2 ട്രാൻസാക്ഷനാണ് വരുന്നത്. നമ്മൾ ക്യാഷ് കൊടുത്തിട്ട് സാധനം മേടിക്കുന്നു, അല്ലെങ്കിൽ കടം പറയുക. ക്രെഡിറ്റിന് നമ്മൾ ഒരു ഡേറ്റ് പറയും, ഇന്ന തീയതിക്കുള്ളിൽ ഞാൻ പൈസ തരാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ സാധനം എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ മീനിങ് നമുക്ക് നോക്കാം. മീനിങ് ഇവിടെ ഉള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ക്യാഷ് ട്രാൻസാക്ഷൻ എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് എ ഫിനാൻഷ്യൽ എക്സ്ചേഞ്ച് വെയർ ഇമ്മീഡിയറ്റ് പേയ്മെൻറ്റ് ഇൻ ക്യാഷ്. അതായത് ഫിനാൻഷ്യൽ എക്സ്ചേഞ്ച് പൈസയുടെ ഒരു കാര്യമാണ്. അത് ഇമ്മീഡിയറ്റ് ആയിട്ട് നടക്കും. നമ്മളിപ്പോൾ ഒരു സാധനം മേടിച്ച് അപ്പം തന്നെ പൈസ കൊടുത്ത് ക്ലിയർ ചെയ്യും. കറൻസി അല്ലെങ്കിൽ ഓർ ആൻ ഈക്വലൻറ്റ് ലൈക്ക് എ ഡെബിറ്റ് കാർഡ് ഈസ് മെയ്ഡ് ഫോർ ഗൂഡ്സ് ആൻഡ് സർവീസസ്. അതായത് നമ്മളിപ്പോൾ ക്യാഷ് ഇല്ല കയ്യിൽ, നമ്മൾ അപ്പം തന്നെ കാർഡ് സ്വൈപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ GPay ചെയ്യുന്നു, എല്ലാം ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ക്യാഷ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ എന്താണെന്ന് നോക്കാം. എ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ വെയർ പേയ്മെൻറ്റ് ഫോർ ഗൂഡ്സ് ആൻഡ് സർവീസസ് ഈസ് മെയ്ഡ് ഫോർ എ ലേറ്റർ ഡേറ്റ്. അതായത് ഗൂഡ്സ് ആൻഡ് സർവീസസിൻ്റെ പേയ്മെൻറ്റ് വന്നിട്ട് ഇപ്പം കൊടുക്കാതെ വേറെ ദിവസം ഡേറ്റ് പറയുക, ആ ഡേറ്റിന് കൊടുക്കുക. അതാണ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. അപ്പോൾ നമുക്ക് നോക്കാം. ഈച്ച് ട്രാൻസാക്ഷൻ ഹാസ് 2 ആസ്പെക്റ്റ് ഉണ്ട്. ഈ ട്രാൻസാക്ഷൻ ഏതൊക്കെയാണെന്ന് നോക്കാം. ഡെബിറ്റ് എന്ന് വെച്ചാൽ റിസീവിങ് ആക്സെപ്റ്റ് ആണ്. ക്രെഡിറ്റ് ഗിവിങ് ആക്സെപ്റ്റ്. ഡെബിറ്റും ക്രെഡിറ്റും നമുക്ക് മെയിനായിട്ടും അക്കൗണ്ട്സിൽ വരുന്നത്. പിന്നെ ഡെബിറ്റ് നോക്കാം. ദ റിസീവിങ് ആക്സെപ്റ്റ് ഓഫ് എ ട്രാൻസാക്ഷൻ ഈസ് കോൾഡ് ഡെബിറ്റ്. റിസീവിങ് ആക്സെപ്റ്റ്, നമ്മൾ എന്തെങ്കിലും റിസീവ് ചെയ്യുന്നതാണ് നമ്മൾ ഡെബിറ്റ് എന്ന് പറയുന്നത്. ക്രെഡിറ്റ് എന്ന് വെച്ചാൽ ഗിവിങ് ആക്സെപ്റ്റ് ഓഫ് ട്രാൻസാക്ഷൻ, അതിനെയാണ് നമ്മൾ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡെബിറ്റിനെ നമ്മൾ DR എന്ന് വിളിക്കും, ക്രെഡിറ്റിനെ നമ്മൾ CR എന്ന് വിളിക്കും. അപ്പോൾ ഇതാണ്. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കില്ല എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മടിയും കൂടാതെ ചോദിക്കാവുന്നതാണ് മക്കളെ. നിങ്ങളെല്ലാവരും ഇപ്പോൾ നിങ്ങൾ പുതിയ ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യല്ലേ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും മടി കൂടാതെ ചോദിക്കാവുന്നതാണ്. ഓക്കെ, സോ അപ്പോൾ അത്രയേ ഉള്ളൂ ഗായ്സ്. നമുക്ക് എന്തായാലും ഇനി അടുത്തൊരു ക്ലാസ്സിൽ കാണാം. ബൈ.